നമസ്കാരം. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 2024 വലിയ വിജയ ചിത്രങ്ങൾ ഇറങ്ങിയ വർഷമായിരുന്നു. ആവേശവും, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ സിനിമകൾ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളായി. എന്നാൽ 2025ലേക്ക് കടക്കുമ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് അത് വലിയ നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. കടുത്ത നഷ്ടത്തിലേക്ക് മലയാള സിനിമ പോകാൻ കാരണം തിയേറ്ററിൽ ആൾ കയറാത്ത സാഹചര്യമാണ്. കൂടാതെ സിനിമാ രംഗത്തെ മറ്റ് ബിസിനസ്സുകളും നടക്കാത്ത സാഹചര്യമുണ്ട്. സാറ്റലൈറ്റ് റേറ്റ്, OTT വിഹിതം തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ ഇടിവാണ് ഉണ്ടായതെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ഇത്തരത്തിൽ നിർമ്മാതാക്കൾക്ക് നഷ്ടം പെരുകുന്ന സാഹചര്യത്തിലാണ് ജൂൺ 1 മുതൽ കേരളത്തിൽ സിനിമാ സമരം പ്രഖ്യാപിച്ചത്. GSTക്കൊപ്പമുള്ള വിനോദ നികുതി പിൻവലിക്കുക, താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടക്കുന്നത്. ഇതിനിടെ ജനുവരിയിൽ മലയാള സിനിമയുടെ തിയേറ്റർ നഷ്ടം 101 കോടിയെന്ന് നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. തിയേറ്ററിൽ അമ്പയെ തകർന്നടിഞ്ഞ സിനിമകളുണ്ട്. തിയേറ്ററിൽ റിലീസായ 28 ചിത്രങ്ങളിൽ നേട്ടമുണ്ടാക്കിയത് ആസിഫ് അലിയുടെ രേഖാചിത്രം മാത്രമാണ്. ഈ സിനിമയാണ് ജനുവരിയിൽ വിജയം നേടിയ ചിത്രങ്ങളുടെ കണക്കിൽപ്പെടുന്നത്. മറ്റ് സിനിമകളുടെ അവസ്ഥയെല്ലാം പരിതാപകരമാണ്. കണക്കുകൾ പുറത്തുവിട്ടാണ് നിർമ്മാതാക്കളുടെ വിശദീകരണം. ടോവിനോ ചിത്രം ഐഡന്റിറ്റിയാണ് വൻ തോൽവി നേരിട്ട ചിത്രം. 30 കോടി മുതൽ മുടക്കിയ ചിത്രത്തിൽ നിർമ്മാതാവിന്റെ ഷെയർ 3 കോടി മാത്രമാണ്. ബേസിൽ ചിത്രം പ്രാവിൻകൂട് ഷാപ്പ്, അർജുൻ അശോകൻ ചിത്രം അൻപോട് കൺമണി തുടങ്ങിയ ചിത്രങ്ങൾ ജനുവരിയിലെ വലിയ പരാജയങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമകൾ പ്രദർശിപ്പിക്കില്ല. 50 ദിവസം കൊണ്ട് തീർക്കേണ്ട സിനിമകൾ 180 ദിവസം വരെ പോകുന്നു. താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലത്തിന്റെ 10% പോലും തിയേറ്ററിൽ സിനിമകൾ നേടുന്നില്ല. നിർമ്മാതാവിന് 100 കോടി കിട്ടിയ ഒരു സിനിമ പോലും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ജനുവരി മാസം റിലീസ് ചെയ്ത സിനിമകളിൽ 8 നിലയിൽ പൊട്ടിയ ചിത്രമായിരുന്നു 4 സീസൺസ്. 2.5 കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രത്തിന് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും ആകെ ലഭിച്ച ഷെയർ വെറും 10,000 രൂപയാണ്. നിർമ്മാതാക്കളുടെ സംഘടനയാണ് ഈ വിവരം പുറത്തുവിട്ടത്. ജനുവരിയിൽ റിലീസ് ചെയ്ത 28 സിനിമകളുടെ ബജറ്റും ഇവ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് നേടിയ ഷെയറുമാണ് സംഘടന പുറത്തുവിട്ടിരിക്കുന്നത്. ട്രാൻസ് ഇമേജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ക്രിസൈ ചന്ദ്രൻ നിർമ്മിച്ച ചിത്രം ജനുവരി അവസാന വാരമായിരുന്നു റിലീസിനെത്തിയത്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം നിർവഹിച്ചത് വിനോദ് പരമേശ്വരനായിരുന്നു. മോഡൽ രംഗത്ത് നിന്നെത്തിയ അമീൻ റഷീദാണ് 4 സീസണിലെ നായിക കഥാപാത്രമായ സംഗീതജ്ഞനെ അവതരിപ്പിച്ചത്. ഡാൻസറായ റിയ പ്രഭുവായിരുന്നു ചിത്രത്തിലെ നായികയും. അതേസമയം സിനിമാ നിർമ്മാണ ചെലവിൻ്റെ 60% താരങ്ങൾക്കുൾപ്പെടെ പ്രതിഫലം നൽകാനാണ് ചെലവിടുന്നത്. ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ സാധിക്കുന്നില്ലെന്ന് നിർമ്മാതാവ് G. സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. സാങ്കേതിക പ്രവർത്തകരിൽ 60% പട്ടിണിയിലാണ്. സർക്കാർ ഒരു സഹായം ചെയ്യുന്നില്ല. OTT കച്ചവടം നടക്കുന്നില്ല. OTT ആർക്കും വേണ്ട. സിനിമ നന്നായാൽ OTT ഒരു തുക പറയും, അതിൽ സിനിമയെടുക്കും. 6 മാസം കൊണ്ട് 10 മാസം കൊണ്ടുമാണ് അത് കിട്ടുന്നത്. ജൂൺ 1 മുതൽ പൂർണ്ണമായും സിനിമ നിർത്തുമെന്നുള്ളത് സംയുക്തമായ തീരുമാനമാണ്. നിർമ്മാണവും പ്രദർശനവും ഇല്ല. പുതിയ താരങ്ങളും സംവിധായകരും കോടികളാണ് ചോദിക്കുന്നത്. 30% നികുതി അടച്ച് ഏതെങ്കിലും വ്യവസായം മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ജൂൺ 1 മുതൽ സംസ്ഥാനത്തെ എല്ലാ സിനിമാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്ന രീതിയിലാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിനിമയിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനമെടുത്തത്. അഭിനേതാക്കൾ പ്രതിഫലം കുറച്ചില്ലെങ്കിൽ സിനിമാ നിർമ്മാണം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുമെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പിന്നീട് ചർച്ചകളൊന്നും നടന്നിരുന്നില്ല. കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികളിൽ നിന്നെല്ലാം മലയാള സിനിമ കരകയറി വരുമ്പോഴാണ് സംസ്ഥാനത്ത് വീണ്ടും സിനിമാ സമരം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്.